നമസ്കാരം. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അങ്ങേക്ക് ധാർമ്മികത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. സത്യം, ധർമ്മം, നീതി, ന്യായം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അങ്ങേക്കുണ്ടോ? അങ്ങേക്കില്ലെങ്കിൽ അങ്ങയുടെ ചുറ്റുപാട് നിൽക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത്. നട്ടാൽ കിളുക്കാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ അക്രമത്തിനും കലാപത്തിനും ആഹ്വാനം നൽകുകയല്ലേ താങ്കളും താങ്കളുടെ പാർട്ടിയും ഇന്നലെ ചെയ്തത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ KSU പ്രവർത്തകരെ പോലീസ് അപ്പോൾ തന്നെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെയും കേരളം തത്സമയം കണ്ടത്. എന്നാൽ ഞങ്ങൾ ആരും കാണാത്ത വീഡിയോ ദൃശ്യങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ വക്താക്കളായ നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഏത് ദൃശ്യത്തിലൂടെയാണ് KSUക്കാർ വീണ ജോർജിന്റെ പിടലിക്കടിക്കുന്നത് നിങ്ങൾ കണ്ടത്? അങ്ങനെ ഏതെങ്കിലും ദൃശ്യങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കേരളത്തിലെ ജനതയുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം. കേരളത്തിൽ ജനം സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ. മുഖ്യമന്ത്രിയാണോ കളവ് പറയുന്നത്, ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ കളവ് പറയുന്നത്, അതോ KSU പ്രവർത്തകരാണോ എന്നുള്ളത് അറിയുവാൻ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ധൈര്യമുണ്ടോ, നട്ടലുണ്ടോ ബഹുമാന്യനായ മുഖ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ഏതെങ്കിലും ദൃശ്യങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തുവിടൂ. അല്പമെങ്കിലും ധാർമ്മികത കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഞങ്ങൾ വളരെ ലജ്ജയോടുകൂടി തന്നെ പറയും. അല്പമെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വാചകം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് ചോദിക്കുന്നത് പലപ്പോഴായി ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അതേ വാചകം തന്നെ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? നട്ടാൽ കിളുക്കാത്ത നുണയല്ലേ നിങ്ങൾ പറഞ്ഞത്? കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് KSU പ്രവർത്തകർ, 3-4 വരുന്ന KSU പ്രവർത്തകർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കുന്നത്. അപ്പോൾ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ഏതോ 10-50 പേരുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോട്ടെ, ചുരുങ്ങിയത് ഒരു 30 പേരെങ്കിലും ഉണ്ടാകും. 3-4 പേരെ കീഴ്പ്പെടുത്താൻ കേരളത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, 30 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. അഥവാ ചുരുങ്ങിയ പോലീസുകാരെ മാത്രം സുരക്ഷയ്ക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ വീണ ജോർജ് എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയെ KSUക്കാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു, എറിഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ധാർഷ്ട്യത്തിന്റെയും ക്രൗര്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിഫലനമാണ് ഇപ്പോൾ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. നടക്കാത്ത ഒരു കാര്യം, അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ അവർ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കഴുത്തിന് പരിക്കേൽപ്പിച്ചു, കൈ പിടിച്ചു, വളച്ചു എന്നൊക്കെ തരത്തിൽ CPMകാർ ആഘോഷിച്ചുകൊണ്ട് ഇപ്പോൾ കേരളം മുഴുവൻ കത്തിക്കുന്ന തരത്തിൽ പ്രതിഷേധ പ്രകടനവുമായി ഇറങ്ങിയിരിക്കുന്നു. കലാപത്തിന് ആഹ്വാനം നൽകുന്ന രീതിയിൽ തന്നെയല്ലേ നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. അത് സത്യം തന്നെയല്ലേ? ധാർമ്മികതയുടെ അല്പം എന്തെങ്കിലും ഒരു കണിക മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഭരണാധികാരി എന്ന രീതിയിൽ ജനങ്ങളോട് കാണിക്കേണ്ട സമയമായിരുന്നില്ല ഇത്? വീണ ജോർജിനെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ വെച്ച്, കണ്ണൂരിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ വെച്ച് കരിങ്കൊടി കാണിക്കുന്നു. പോലീസുകാർ കരിങ്കൊടി കാണിച്ച ആളുകളെ പിടിച്ചു മാറ്റുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരുമായി ചിരിച്ചു കളിച്ച് സംസാരിച്ചതിന് ശേഷം വന്ദേ ഭാരതിൽ കയറുന്നതിന് വേണ്ടി വീണ ജോർജ് എന്ന മന്ത്രി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് വന്ദേ ഭാരതിന് തിരുവനന്തപുരത്തേക്ക് പോകാൻ നിൽക്കുന്ന സ്പീക്കർ ഷംസീറിനെ കാണുന്നു. ഷംസീറുമായി സംസാരിക്കുന്നു. എന്താണ് നടന്നത് എന്ന് ഷംസീർ ചോദിക്കുന്നു. വീണ ജോർജ് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ഷംസീർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിളിക്കുന്ന സമയത്താണ് വീണ ജോർജിന് പെട്ടെന്ന് തന്നെ ഒരു പിടലി വേദന വരുന്നു, കൈവേദന വരുന്നു. പിടലിക്ക് കൈവയ്ക്കുന്നു. തുലാഭാരത്തിൽ തുലാഭാരം എന്ന സിനിമയിൽ ദേശീയ അവാർഡ് നേടിയ, ഉർവശി അവാർഡ് നേടിയ ശാരദ ഇരിക്കുന്നത് പോലുള്ള പല പോസുകളിലും വീണ ജോർജ് ഇരിക്കുന്നു, കരയുന്നു, കരയാതെ കരയുന്നു. അവിടെ വേദന, ഇവിടെ വേദന, വേണ്ട വിഷമങ്ങൾ പ്രകടിപ്പിക്കുന്നു. വീണ ജോർജ് എന്ന മന്ത്രിയോട് ഒരു ചോദ്യം, അല്പമെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ധാർമ്മികതയുടെ ഒരു ചെറു കണികയെങ്കിലും നിങ്ങൾക്കുണ്ടോ? ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ആരോഗ്യവകുപ്പ് കുളമാക്കിയതിനെതിരെയാണ് KSU പ്രവർത്തകർ കേരളം ഒന്നാകെ തന്നെ നിങ്ങളോട് പ്രതികരിക്കുന്നത്. ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ വരുന്നവർ പറയാം ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു മരിക്കുന്നു. എന്തിന്? നിങ്ങൾ കണ്ണൂരിൽ ഇത്തരം പ്രഹസന നാടകങ്ങൾ നടത്തുമ്പോൾ പത്തനംതിട്ടയിൽ ഒരു ആശുപത്രി, സർക്കാർ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ നിന്ന് ഒരാളുടെ തലയിൽ ചക്ക വീണ് അയാളുടെ തലയ്ക്ക് പരിക്കുപറ്റി അയാൾ ICUവിൽ കിടക്കുന്നു. നിങ്ങൾ ഈ സമയത്ത് വ്യാജ പരാതി ഉണ്ടാക്കി KSUക്കാർ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കിടക്കുന്നു. എന്നിട്ടും ആ സ്കാനിംഗ് റിപ്പോർട്ട് എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിടുന്നില്ല? നിങ്ങളുടെ കഴുത്തിന് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തുവിടൂ, മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടൂ. എന്ത് മാരകമായ അസുഖത്തിനാണ് നിങ്ങൾ ICUവിൽ കിടക്കുന്നത്? എന്നിട്ട് കേരളം മുഴുവനുള്ള എല്ലാ പത്രങ്ങളിലും നിങ്ങളുടെ PR വർക്കുകാർ കൊടുത്തിരിക്കുന്നു ഫുൾ പേജ് പരസ്യം. ആരോഗ്യ വകുപ്പ് മന്ത്രി ICUവിൽ. ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ല ICUവിൽ, ആരോഗ്യ വകുപ്പ് തന്നെ ICUവിലായിട്ട് വർഷങ്ങളായി എന്നുള്ള വസ്തുത കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു.
2016 തെരഞ്ഞെടുപ്പ് പിടിക്കുന്നതിന് വേണ്ടി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സദാചാര വിശുദ്ധിയുടെ ആൾരൂപം എന്ന് ജനം വിശേഷിപ്പിക്കുന്ന മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ സരിത എന്നൊരു യുവതിയെ ഇറക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും അന്ന് അധികാരത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ ഇറക്കി ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയെ ഇറക്കി ഭരണം പിടിച്ചത്. ഇന്നിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ സോളാർ സരിതയെ പോലുള്ള ആളുകളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ വീണ ജോർജിനെ ഗുരുതിക്കളത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ബലിയാടാക്കിക്കൊണ്ട് ആ സഹതാപ തരംഗത്തിലൂടെ വോട്ട് മേടിച്ച് പിണറായി വിജയൻ അധികാരത്തിൽ വരുവാൻ വേണ്ടിയാണോ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കരുവാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ സംശയം കൂറുന്നത്. അത് ഒരുപക്ഷെ ശരിയാവാൻ സാധ്യതയുണ്ട്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും ഒരു ദുരന്തമുണ്ടാക്കി CPM ഇപ്പോൾ നിൽക്കുന്ന അപകടസ്ഥിതിയിൽ നിന്ന് രക്ഷ നേടി സഹതാപ തരംഗത്തിലൂടെ വോട്ട് നേടി അധികാരത്തിൽ വരുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേരളീയർ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, ആഗോള അയ്യപ്പ സംഗമം പോലുള്ള വിഷയങ്ങളിൽ നാണം കെട്ട് നാറി ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് ചോദിച്ചു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സഖാക്കൾക്ക് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഒരു കള്ളനാടകം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിങ്കിടിക്കാരിയായ അല്ലെങ്കിൽ കുഴലൂത്തുകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വീണ ജോർജും ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കറും ചേർന്ന് ഇത്തരം ഒരു കള്ളനാടകം നടത്തി എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ ബലിയാടാക്കി ഇല്ലാത്ത ലൈംഗിക ആരോപണ കഥകളിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കി സരിത എന്ന് പറഞ്ഞ ഒരു യുവതിയെ ഇറക്കി ഭരണം പിടിച്ച പിണറായി വിജയൻ വീണ്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിനെ ഇറക്കി ഭരണം പിടിക്കുവാൻ വേണ്ടി സഹതാപ തരംഗം സൃഷ്ടിക്കുവാൻ വേണ്ടി വീണ ജോർജിനെ KSUക്കാർ ആക്രമിച്ച് അവരുടെ കഴുത്തിന്റെ കശേരുക്കൾ ഇളക്കി കളഞ്ഞു എന്നുള്ള മട്ടിൽ പ്രചരണം അഴിച്ചുവിടുന്നു. കേരളം മുഴുവൻ CPM-കാരും DYFI-കാരും SFI-കാരും പ്രതിഷേധ പ്രകടനം നയിക്കുന്നു. ഈ കലാപം ആഹ്വാനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഇതിന് മുഖ്യമന്ത്രിയുടെ പേരിൽ കേസെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. അല്പമെങ്കിലും ഉളുപ്പുണ്ടോ മുഖ്യമന്ത്രി നിങ്ങൾക്ക്? അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ആരോഗ്യവകുപ്പ് മന്ത്രി നിങ്ങൾക്ക്? ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടാൻ വേണ്ടി ഇല്ലാത്ത ഒരു നാടകം കളിക്കാൻ. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറാവണം. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് എന്താണ് പറ്റിയത് എന്നുള്ളതിന്റെ വിശദമായ സ്കാനിംഗ് റിപ്പോർട്ട് നിങ്ങൾ പുറത്തുവിട്ടു ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഒരു ധാർമ്മിക ബോധമെങ്കിലും നിങ്ങൾ കേരളത്തിലെ ജനതയോട് കാണിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇനി ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കാം.